നമ്മുടെ ഇന്നത്തെ വർക്ക് ഈ കാണുന്ന എയർ കംപ്രസറിൻ്റെ കൺട്രോൾ വയറിംഗ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 യൂണിറ്റ് പിസ്റ്റൺ ടൈപ്പ് കംപ്രസർ ഈ ഒരു ടാങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾട്ടർനേറ്റീവ്ലി നമ്മുടെ ഈ 2 കംപ്രസർ റൺ ആവണം, കണ്ടിന്യൂസ് ഓടാണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വയറിംഗ് ചെയ്യേണ്ടതുണ്ട്. ഓൾറെഡി അതിൻ്റെ പാനലൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് അതിൻ്റെ വയറിംഗ് എല്ലാം നോക്കിയതിന് ശേഷം ഒന്നും കൂടി വയറിംഗ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ പ്രഷർ സ്വിച്ച് ഉണ്ട്, അതായത് കട്ട് ഓഫ് ആയിട്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു പ്രഷറിൻ്റെ ഗേജ് നമുക്ക് നോക്കാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വേണം നമുക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പാനൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ഈ പാനലിനകത്ത് വയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ടൈമർ ഒരു പഴയ മോഡൽ ടൈമർ ആയതുകൊണ്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്തിട്ട് പുതിയ ഒരു ടൈമർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വയറിംഗ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ വയറെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പ്രോപ്പറായിട്ട് പാനൽ വയറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ കംപ്രസറിൻ്റെ 2 സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു കംപ്രസർ ഒരു ടൈമിൽ ഓടുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ 15 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ കംപ്രസറിനും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ കംപ്രസർ ഇപ്പോൾ റൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ടൈം സൈക്കിളിൽ നമ്മുടെ 2ാമത്തെ കംപ്രസറും റൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കൺട്രോൾ വയറിംഗ് ചെയ്യാനായിട്ടും അതുപോലെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.